നമസ്കാരം. കാലിൽ സ്വർണം ധരിക്കാമോ എന്നത് ആചാര്യന്മാർക്കിടയിൽ ധാരാളം തർക്കങ്ങളും മറ്റുള്ളവർക്കിടയിൽ നിരവധി തെറ്റിദ്ധാരണകളും ഉണ്ടാക്കിയ വിഷയമാണ്. ഇക്കാലത്ത് വിവാഹ ദിവസം വധു കാലിൽ സ്വർണ്ണക്കൊലുസ് അണിയുന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ കതിർ മണ്ഡപത്തിലെന്നല്ല ഒരിടത്തും തന്നെ പ്രവേശിക്കുമ്പോൾ കാലിൽ സ്വർണ്ണാഭരണങ്ങൾ അണിയരുത് എന്നാണ് ഹൈന്ദവത വിശ്വസിക്കുന്നത്. മനുഷ്യ ശരീരത്തിൻ്റെ ശിരോസ്ഥാനം സ്വർഗവും കഴുത്തിന് കീഴെ മുതൽ അരക്കെട്ട് വരെയുള്ള ഭാഗം ഭൂമിയും അരക്കെട്ടിന് കീഴെ കാൽപാദങ്ങൾ വരെയുള്ള ഭാഗം പാതാള തത്വവുമായാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. സ്വർണം ചൂടിൻ്റെ അഥവാ സൂര്യൻ്റെ പ്രതീകവും വെള്ളിക്ക് തണുപ്പിൻ്റെ അഥവാ ചന്ദ്രൻ്റെ പ്രതീകവുമാണ് കൽപ്പിച്ചിരിക്കുന്നത്. കാലിലെ പ്രധാന മർമ്മസ്ഥാനങ്ങളിൽ സ്വർണം ഉരഞ്ഞു കിടക്കുന്നത് ദോഷകരമാണെന്ന് ചില ആയുർവേദ വിദഗ്ധരും സമ്മതിക്കുന്നുണ്ട്. ഗുരുസ്ഥാനീയരെയും മാതാപിതാക്കളെയും മുതിർന്നവരെയുമെല്ലാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ഭാരതീയ സംസ്കാരത്തിൻ്റെ മാത്രം സവിശേഷതയാണ്. ഭാരതത്തിൻ്റെ മാത്രം സംസ്കാരമാണത്. അറിയാതെ ആണെങ്കിൽ പോലും ഗുരുവിനെയോ മാതാപിതാക്കളെയോ മുതിർന്നവരെയോ ധനത്തെയോ പുസ്തകത്തെയോ ചവിട്ടിയാൽ തൊട്ട് നെറ്റിയിൽ വയ്ക്കുന്ന ശീലം, തൊട്ട് ശിരസിൽ വയ്ക്കുന്ന ശീലം നമുക്കുണ്ട്. നമ്മുടെ ബഹുമാനത്തിൻ്റെ ആഴമാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. അതിലൂടെ വിശിഷ്ടധനമായ വിശിഷ്ടസമ്പത്തായ സ്വർണത്തെയും ആദരിക്കുന്നതിൻ്റെ ഭാഗമായാണ് കാലിൽ സ്വർണ്ണാഭരണം ധരിക്കരുത് എന്ന് ആചാര്യന്മാർ ഉപദേശിക്കുന്നത്. എന്നാൽ വെള്ളി ധരിക്കുന്നത് സന്ധി സംബന്ധമായോ രക്തസംബന്ധമായോ ഉള്ള അസുഖങ്ങളെ ദോഷങ്ങളെ ചെറുക്കുന്നതിന് സഹായിക്കുമെന്നാണ് ആയുർവേദ വിദഗ്ധന്മാരുടെ അഭിപ്രായം. ഹിസ്റ്റീരിയ, നടുവേദന, മാനസിക സമ്മർദ്ദം എന്നിവ കുറയ്ക്കുവാൻ കാലിൽ വെള്ളി ധരിക്കുന്നത് നല്ലതാണെന്നാണ്. കാലിലെ നാഗമർമ്മത്തിൽ വെള്ളിയുടെ സ്ഥിരമായ ഉരസൽ സ്ത്രീയുടെ യുവത്വം നിലനിർത്തുന്നതിന് വളരെയധികം സവിശേഷമാണെന്നാണ് മർമ്മശാസ്ത്രം അനുശാസിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ കുളത്തിലും പുഴയിലുമെല്ലാമായിരുന്നല്ലോ സ്ത്രീകൾ കുളിച്ചിരുന്നത്. ആ സമയങ്ങളിൽ കാലിലെ സ്വർണത്തിന് വേണ്ടത്ര ശ്രദ്ധ കിട്ടിയെന്ന് വരില്ല. വിലപിടിപ്പുള്ള ഈ വസ്തു അശ്രദ്ധ മൂലം നഷ്ടപ്പെട്ടു പോകേണ്ട എന്ന കാഴ്ചപ്പാടിൽ കൂടിയാവാം കാലിൽ സ്വർണം ധരിക്കരുതെന്ന് പണ്ടുള്ളവർ പറയാനുള്ള കാരണം എന്ന് കരുതുന്നവരുമുണ്ട്. ഒന്നും കാണാതെ എന്തെങ്കിലും പറയുന്നവരായിരുന്നില്ലല്ലോ നമ്മുടെ പൂർവികർ എന്ന് സ്മരിക്കാവുന്നതാണ്. ഇനി ചിലർക്കെങ്കിലും ദേവീദേവന്മാരുടെ രൂപങ്ങളിലും ചിത്രങ്ങളിലും സ്വർണ്ണക്കൊലുസ് കാണാറുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യർക്ക് ധരിച്ചുകൂടാ എന്ന സംശയം. ദേവീദേവന്മാർ മനുഷ്യരൂപമുള്ളവരാണെങ്കിലും അവർ മനുഷ്യരല്ല, അമരപ്രകൃതമാണ് അവർക്ക്. അവരുടെ ശരീരം അമൃതിനു തുല്യമാണ്. അതായത് മനുഷ്യ ശരീരത്തെ സ്വർഗം, ഭൂമി, പാതാളം എന്നിങ്ങനെ മൂന്നായി തിരിച്ചതുപോലെ ദേവീദേവന്മാരിൽ വ്യത്യാസം കാണാനായില്ല. അതായത് അവരുടെ ശരീരത്തിൽ സ്വർഗം, ഭൂമി, പാതാളം എന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി ദേഹം മുഴുവൻ സ്വർഗമാണെന്നാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ദേവീദേവന്മാരുടെ ശരീരത്തിൽ ഏതു ഭാഗത്തും സ്വർണ്ണാഭരണങ്ങൾ അണിയാവുന്നതാണെന്നാണ്. സ്വർണ്ണക്കൊലുസ്, സ്വർണ്ണ ആഭരണങ്ങൾ തുടങ്ങിയവ കാലിൽ ധരിക്കരുതെന്ന് പറയുമ്പോൾ പലരും തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ശബരിമലയിൽ 18-ാം പടിയെക്കുറിച്ച്. സ്വർണ്ണപ്പടികൾ ചവിട്ടിയാണല്ലോ ഓരോ അയ്യപ്പ ഭക്തരും ദർശനമേറ്റുവാങ്ങുന്നത്. കലിയുഗവരദനായ ശ്രീ ശബരീശ്വരനെ ദർശിക്കുന്നതിനുള്ള പടവുകളാണ് 18 പടികൾ. ഇതിനെ ഏറ്റവും പുണ്യസ്ഥാനമായാണ് കണക്കാക്കുന്നത്. ദേവൻ കുടികൊള്ളുന്ന ഇടം സ്വർഗമാണെന്നാണ് വിശ്വാസം. വ്രതനിഷ്ഠയോടെ തൊട്ടുവണങ്ങി 18-ാം പടി കയറുന്ന ഭക്തൻ ആ നിമിഷം അനുഭവിക്കുന്നത് സ്വർഗത്തിലെത്തിയ ആനന്ദം തന്നെയാണ്. ഭക്തൻ്റെ ശരീരം ആ സമയം അമൃതിന് തുല്യമാകുന്നു. ചുരുക്കി പറഞ്ഞാൽ അത്തരത്തിലുള്ളൊരു ചൈതന്യം ലഭിക്കുന്നതിനു വേണ്ടിയാണ് ഇത്രയും കഠിന വ്രതം നോറ്റ് ഒരു അയ്യപ്പൻ മല കയറുന്നത്. ഓരോ അയ്യപ്പ ഭക്തനും തത്വമസി പൊരുൾ അഥവാ അയ്യപ്പൻ തന്നെ ആയി മാറുന്ന പരമാനന്ദകരമായ മുഹൂർത്തമാണത്. താനും അയ്യപ്പനും ഒന്നാണെന്ന തത്വം പ്രതിഫലിക്കുമ്പോൾ സ്വർണ്ണപ്പടവ് ചവിട്ടിക്കയറുന്നതിൽ യാതൊരു തെറ്റും ആചാരലംഘനവും ഉണ്ടാവുന്നില്ല. നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ ശക്തി. വിശ്വാസം ശക്തിയുള്ളതാണെങ്കിൽ നമുക്ക് ദൗർബല്യങ്ങൾ വരുന്നേയില്ല.
അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം എന്തു തന്നെയായാലും അതിൽ മുറുകെ പിടിക്കുക. അതിൽ കുറച്ചുകൂടി ആധികാരികത കൂടിയാൽ നന്നായി. ആധികാരികത എന്ന് പറഞ്ഞത് സത്യമാണ്. വിശ്വാസത്തിൽ സത്യം അധിഷ്ഠിതമാകുമ്പോൾ, ധർമ്മം അധിഷ്ഠിതമാകുമ്പോൾ അത് നമ്മെ കാത്തു സൂക്ഷിക്കുന്നു, നമ്മെ സംരക്ഷിക്കുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും, കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷ നിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.